അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്ത് സെൻട്രൽ കെയർ കൗണ്ടിയിലുണ്ടായ അതിശക്തമായ മഴയും അതിനെ തുടർന്നുണ്ടായ ദ്രുത വെള്ളപ്പൊക്കവും വലിയൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഗ്വാഡലൂപ്പ് നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ഇതുവരെ 32 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 27 പേരെ കാണാതാവുകയും ചെയ്തതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഈ ദുരന്തം ടെക്സാസിലെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തുകയാണ്. സെൻട്രൽ കെയർ കൗണ്ടിയിൽ കുറഞ്ഞത് 25 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. സാധാരണയായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം മഴ ലഭിക്കുന്നത് നദികളിൽ പെട്ടെന്നുള്ള ജലനിരപ്പ് വർധനവിന് കാരണമാകാറുണ്ട്. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. ഗ്വാഡാലൂപ്പ് നദി അതിന്റെ സാധാരണ പരിധി വിട്ട് അതിവേഗം കരകവിഞ്ഞൊഴുകി. സമീപത്തുള്ള കെയർവില്ലയുടെ സിറ്റി മാനേജർ ഡാൾട്ടൺ റൈസ് വ്യക്തമാക്കിയത് ഈ വെള്ളപ്പൊക്കം ഒരു മുന്നറിയിപ്പില്ലാതെയാണ് സംഭവിച്ചത് എന്നാണ്. ഇത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ആളുകൾക്ക് ഒഴിഞ്ഞു മാറാനോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനോ ആവശ്യമായ സമയം ലഭിച്ചില്ല. വെള്ളപ്പൊക്കം മുന്നറിയിപ്പില്ലാതെ വന്നത് സാധാരണയായി പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും വെള്ളം ഇരച്ചു കയറാൻ കാരണമായി. ഇത് വീടുകൾ, സ്ഥാപനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവയെല്ലാം വെള്ളത്തിനടിയിലാക്കി. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ആശയവിനിമയ സംവിധാനങ്ങൾ താറുമാറായി. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം കാരണം ഒഴുക്കിൽപ്പെട്ടവരെയും ഒറ്റപ്പെട്ടു പോയവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അതീവ ദുഷ്കരമായി തുടരുന്നു. പ്രാദേശിക അധികാരികൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി വളരെ വലുതാണ്. കെയർ കൗണ്ടിയിൽ മാത്രം 15 കുട്ടികൾ ഉൾപ്പെടെ 43 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇത് ഹൃദയഭേദകമായ ഒരു കണക്കാണ്. കുട്ടികൾ കൂടുതൽ ഒരു വേനൽക്കാല ക്യാമ്പിലെ അംഗങ്ങളാണെന്നുള്ളത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. മരണങ്ങൾ കെയർ കൗണ്ടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സമീപ പ്രദേശങ്ങളായ ബർനെറ്റ് കൗണ്ടിയിൽ 3 പേർ മരിച്ചതായും 2 പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. ട്രാവിസ് കൗണ്ടിയിൽ 4 പേർ മരിച്ചതായും കുറഞ്ഞത് 13 പേരെ കാണാതായതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കണക്കുകൾ വെള്ളപ്പൊക്കം എത്രത്തോളം പ്രദേശങ്ങളെ ബാധിച്ചു എന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. കാണാതായവരുടെ എണ്ണം വളരെ വലുതായതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത രക്ഷാപ്രവർത്തകർ തള്ളിക്കളയുന്നില്ല. കെയർ കൗണ്ടി ഷെരീഫ് ലാറി ലീത മുൻപ് റിപ്പോർട്ട് ചെയ്തത് 25 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നാണ്. കാണാതായവരിൽ ഭൂരിഭാഗവും ഹണ്ട് എന്ന ചെറുപട്ടണത്തിലെ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്രിസ്ത്യൻ വേനൽക്കാല ക്യാമ്പിലെ അംഗങ്ങളാണ്. വേനൽ അവധി ആഘോഷിക്കാനും പ്രകൃതിയോട് ഇഴചേർന്ന് സമയം ചെലവഴിക്കാനും എത്തിയ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം നേരിടേണ്ടി വന്നത് തീർത്തും വേദനാജനകമാണ്. ക്യാമ്പുകളിലെ സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ യഥാസമയം ലഭിച്ചോ എന്നതിനെ കുറിച്ചും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. നദീതീരത്തുള്ള ക്യാമ്പ് ആയതുകൊണ്ട് വെള്ളപ്പൊക്ക സാധ്യത മുൻകൂട്ടി കണ്ടിരിക്കേണ്ടിയിരുന്നു എന്ന വാദങ്ങളും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും വെള്ളപ്പൊക്കം മുന്നറിയിപ്പില്ലാതെയാണ് ഉണ്ടായതെന്ന സിറ്റി മാനേജറുടെ പ്രസ്താവന ദുരന്തത്തിന്റെ അപ്രതീക്ഷിത സ്വഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത്. കാണാതായവരെ കണ്ടെത്താനുള്ള തീവ്രമായ തിരച്ചിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തകർ നദിയുടെ ഒഴുക്കിൽപ്പെട്ടവരെ കണ്ടെത്താനും വെള്ളത്തിനടിയിലായ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും ശ്രമിച്ചു. ഹെലികോപ്റ്ററുകൾ, ബോട്ടുകൾ, മുങ്ങൽ വിദഗ്ധർ എന്നിവരെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കാണാതായവരെ ജീവനോടെ കണ്ടെത്താനുള്ള പ്രതീക്ഷ മങ്ങുകയാണെങ്കിലും രക്ഷാപ്രവർത്തകർ തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ഉയർന്നു വരുന്ന വെള്ളത്തിൽ കുടുങ്ങിപ്പോയവരെയോ ഒഴുകിപ്പോയവരെയോ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നു. ദുരന്തബാധിത പ്രദേശങ്ങൾ അതീവ വിശാലമായതിനാൽ രക്ഷാപ്രവർത്തനം അതീവ വെല്ലുവിളി നിറഞ്ഞതാണ്. നദിയുടെ ശക്തമായ ഒഴുക്ക്, വെള്ളത്തിനടിയിലായ അവശിഷ്ടങ്ങൾ, തകർന്ന കെട്ടിടങ്ങൾ എന്നിവയെല്ലാം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. വെള്ളപ്പൊക്കം കാരണം ഗതാഗതം തടസ്സപ്പെട്ടത് രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ആളുകളെ ഒഴിപ്പിക്കുന്നതിനും കാലതാമസം വരുത്തി. ദുരിതബാധിതരായ ആളുകൾക്ക് കുടിവെള്ളം, ഭക്ഷണം, വൈദ്യസഹായം എന്നിവ എത്തിക്കുന്നതിനും വലിയൊരു വെല്ലുവിളിയാണ്. പ്രാദേശിക ഭരണകൂടം, ദേശീയ ദുരന്ത നിവാരണ സേന, സന്നദ്ധ സംഘടനകൾ എന്നിവയെല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ പ്രതിസന്ധി നേരിടാൻ ശ്രമിക്കുന്നത്. ടെക്സാസിലുണ്ടായ ഈ പ്രളയം, കാലാവസ്ഥാ വ്യതിയാനം, ലോകമെമ്പാടും ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ഭീതിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്രതീക്ഷിതവും അതിശക്തവുമായ മഴ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം എന്നിവ സമീപകാലത്ത് പല രാജ്യങ്ങളിലും പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കൂടുതൽ ഫലപ്രദമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ദുരന്ത നിവാരണ പദ്ധതികളും ആസൂത്രണം ചെയ്യേണ്ടത് അനിവാര്യമാണ്. നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ജനവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുമ്പോൾ വെള്ളപ്പൊക്ക സാധ്യതകൾ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. ഈ ദുരന്തം പ്രാദേശിക സമൂഹത്തിന് വലിയൊരു ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വീടുകൾ നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, മാനസികമായി തളർന്നു പോയവർ, ഇവർക്കെല്ലാം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പിന്തുണ ആവശ്യമാണ്. പുനരധിവാസ പ്രവർത്തനങ്ങളും മാനസികാരോഗ്യ പിന്തുണയും ഈ ഘട്ടത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്.